നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ജൂൺ മാസത്തെ ഉത്രാട നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർ ധനുക്കൂറാണ്. അപ്പോൾ ധനുക്കൂറുകാരെ സംബന്ധിച്ച് 6-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രു സ്ഥാനാധിപതി സ്ഥാനത്ത് ബാധകാധിപതിയോട് ചേർന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയകലഹോസ്തകത എന്ന് പറയുന്നൊരു യോഗം വരുന്നുണ്ട്. ദാമ്പത്യ സുഖക്കുറവ്, ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളുള്ളത് കാരണം കൊണ്ട് എന്ത് കാര്യങ്ങൾ തീരുമാനിച്ചാൽ അതിന് തടസ്സങ്ങൾ വരിക, മാനസികമായിട്ട് ടെൻഷൻ അനുഭവപ്പെടുക, അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിക്കതായിരിക്കുന്ന ലാഭക്കുറവുണ്ടാകുക, വീട് വിട്ട് നിൽക്കാനിട വരിക, വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വിപരീതമായ സ്വഭാവം. അപ്പോൾ ഇങ്ങനെ കുറേ ദോഷങ്ങളും ദോഷഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യതയാണ് ഈ ധനുക്കൂറുകാരെ സംബന്ധിച്ചുള്ളത്. ധനുരാശിയിൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവർക്കുള്ളത്. എന്നാൽ അതിനുശേഷമുള്ള 45 നാഴിക വരുന്ന മകരത്തിലാണ്. മകരക്കൂറുകാർക്ക് 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നല്ല ദൈവാധീനമുണ്ട്. അതുകൂടാതെ കണ്ട് പഞ്ചമഹാപുരുഷത്തിലെ രുചകായോഗം ചെയ്ത് ചൊവ്വ ലഗ്നത്തിൻ്റെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉത്സാഹ ശൗര്യ ധനസാഹസവാൻ പ്രസിദ്ധ ശ്രീമാൻ ഗണേഷ് വിജയി നരപവല്ലവശ എന്ന് പറയുന്ന യോഗം വരും. ഉത്സാഹം വർദ്ധിക്കും, ശൗര്യം വർദ്ധിക്കും. ശ്രീമാൻ ഗണേഷ് വിജയി യുദ്ധം ചെയ്ത് ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും ആ പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാനും അതിൻ്റേതായിരിക്കുന്ന ഗുണം കൊണ്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാനുമായിട്ട് സാധിക്കും രുചകായോഗമുള്ളവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ വീട്ടിൽ കുറച്ച് ദേഷ്യം എടുത്തിയേട്ടം പോലെയുള്ള കാര്യങ്ങൾ കുറച്ച് കൂടുതലായിരിക്കും. വീട് വിട്ട് നിന്നിട്ട് തൊഴിലെടുക്കാനിട വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കാണ് യോഗം. നിപുണായോഗം കൊണ്ട് നന്നായിട്ട് സംസാരിക്കാനായിട്ട് സാധിക്കും. ത്രയാരിഷ സദാവസ് 3, 6, 11 ഭാവങ്ങളിലൊക്കെ നിൽക്കുന്ന പാപഗ്രഹങ്ങൾ ഗുണത്തെ ചെയ്യുമെന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് സൂര്യൻ അവിടെ യോഗകാരകനായിട്ട് നിൽക്കുമ്പോൾ അത് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് ചെയ്യുക. പാവനോട് ചേർന്ന ബുധനും പാവനാണ്, പാവത്വം കൂടി ഉള്ളത് കാരണം കൊണ്ട് ബുധനും അവിടെ നിപുണായോഗം ചെയ്ത് സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകും. ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾക്ക് കുറവുണ്ടാകും. ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും. അത് കാരണം കൊണ്ട് തന്നെ ചെലവിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കാനും സാധിക്കുന്നതാണ്. മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകും. എന്നാൽ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്നൊരു യോഗം ചെയ്ത് 3-ൽ പാപഗ്രഹം നിൽക്കുന്നത് കാരണം കൊണ്ട് സഹോദര സ്ഥാനത്തും സഹായസ്ഥാനത്തും ഉള്ള വ്യക്തികളുടെ പെരുമാറ്റം ചിലപ്പോൾ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഏഴശനിയാണ്. ഏഴശനിയിൽ തന്നെ 2-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. അപ്പോൾ അത് സാമ്പത്തികമായിട്ടും സംസാര സംബന്ധമായിട്ടുള്ള വിഷമങ്ങളെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, മുത്തപ്പ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേലെ പറയപ്പെട്ട ഏഴരശനിയുടേതായിരിക്കുന്ന ദോഷം വലിയ കാര്യമായിട്ട് ബാധിക്കില്ല. എന്നാൽ കർമാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരവസ്ഥയുള്ളത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ കുറച്ച് അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾ, മറ്റുള്ളവരെ സംസാരം ഇഷ്ടപ്പെടാതെ വരിക, സഹപ്രവർത്തകരുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരിക, ഇടയ്ക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് സംഭവിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ദോഷഫലങ്ങൾ അനുഭവിക്കാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനായിട്ട് പറ്റില്ല. അത് കാരണം കൊണ്ട് തന്നെ പൂർവ്വജന്മ ദുരിതം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ 5-ാം ഭാവാധിപതി തന്നെയാണ് കർമാധിപതി. അത് കാരണം ദേവീ ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട്, നല്ല പ്രാർത്ഥന, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളും സാമ്പത്തികമായിരിക്കുന്ന നേട്ടവും അനുഭവിക്കാനും ചെലവ് പരമാവധി കുറയ്ക്കാനും ചെലവിനനുസരിച്ച് വരുമാനം വർദ്ധിപ്പിക്കാനും ഒക്കെ യോഗമുള്ള ഒരു മാസമായിട്ടാണ് കാണുന്നത്. തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ടുള്ള യോഗവും കാണുന്നുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ മാസത്തിൽ അനുഭവിക്കാനുള്ള യോഗമുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.